നമസ്കാരം. എൻ്റെ പേര് രാകേഷ് എന്നാണ്. ഞാൻ കൊല്ലം ചവറ ശങ്കരമംഗലത്ത് അക്വ ഫാം നടത്തുന്നു. പീജിയൻ പ്ലാനറ്റ് എന്ന പേരിലാണ് നടത്തുന്നത്. അപ്പം ഞാനിവിടെ നടത്തി വരുന്നത് കൊണ്ട് എനിക്ക് ഒരു 50,000 രൂപയോളം വരുമാനമുണ്ട് മാസം. അപ്പം ഞാൻ നടത്തി വരുന്നത് ഗപ്പീസ്, ഏഞ്ചൽസ്, ബീറ്റാസ് ഒരു 1000 പീസോളം ഞാൻ മാസം സെയിൽ ചെയ്യുന്നുണ്ട്. ഗപ്പീസ് ആണെങ്കിൽ ഒരു 30,000 രൂപയുടെ സെയിൽ എനിക്ക് നടക്കുന്നുണ്ട്. ഇത് ഫുൾ റെഡ് ഗപ്പീസിൻ്റെ 30 ദിവസം 40 ദിവസം ആയ കുട്ടികളാണ്. ഞാൻ ഈ ഒരു ഗ്ലാസ് ടാങ്കുകളിലാണ് കൂടുതലായിട്ട് ഫിഷുകൾ ചെയ്യുന്നത്. ഫൈറ്റർ ആയാലും ഏഞ്ചലായാലും ഗോൾഡ് ഫിഷ് വരെ നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഫൈറ്ററിൻ്റെ ഒരു സ്റ്റേജ് വരെ വളർച്ച ഇതിനകത്ത്. ഇത് കഴിയുമ്പോൾ നമ്മൾ അതിനെ ബോട്ടിൽ ചെയ്ത് മാറ്റും. 1000 പീസ് നമ്മൾ കറക്റ്റായിട്ട് ബോട്ടിൽ ചെയ്ത് മാറ്റുന്നുണ്ട്. 1000 പീസ് നമ്മൾ എപ്പോഴും ബോട്ടിലിംഗ് സ്റ്റേജിൽ കാണും. ഇതിൽ ചെയ്യുന്നത് ഗപ്പീസിൻ്റെ ബ്രീഡിംഗ് കേജ് ഇട്ട് ഈ സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. ഇത് കണക്കുള്ള FRP ടാങ്കുകളിലാണ് ചെയ്തു വരുന്നത്. ഫിൽറ്ററിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് കണക്കത്തുള്ള സ്പോഞ്ച് ഫിൽറ്ററുകളാണ്. പിന്നെ എയർ ബ്ലോവർ കണക്ട് ചെയ്ത് എയർ റെഡ്യൂസ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വാട്ടർ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്ററൊക്കെ അഡീഷണൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിപണനം എന്ന് പറയുന്ന ഷോപ്പുകളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുകയാണ്. 35ഓളം ഷോപ്പുകൾക്ക് നമുക്ക് സപ്ലൈ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഒരു 10 വർഷത്തിലേറെയായിട്ട് ഞാൻ ഈ സംരംഭം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയാം. നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഫൈറ്ററിൻ്റെ ബ്രീഡിംഗ് ആണ്. അതായത് ഈ ബീറ്റ ഫിഷിൻ്റെ ഒരു വിപണനം നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരു 1000 പീസോളമാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് ചെയ്തു വരുന്നത്. ഒരു മാസം നമുക്ക് എങ്ങനെ പോയാലും ഒരു 500 പീസ് സെയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഗപ്പീസ് അധികമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു 20 വെറൈറ്റിയോളം ഗപ്പീസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് ഗപ്പീസിൽ തന്നെ പ്ലാറ്റിനം റെട്ടയിൽ ഡംബോയർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ വൈഫ് മകനുമാണ്. ഞാനില്ലാത്ത സമയങ്ങളിൽ ഫീഡ് കൊടുക്കുന്നതായാലും വീട്ടിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഫിഷ് കൊടുക്കുന്നതായാലും എല്ലാം എൻ്റെ വൈഫാണ്. കാവ്യ എന്നാണ് പേര്. നമുക്ക് തൂത്തുക്കുടിയിൽ നിന്ന് ഫ്രോസൺ ആർട്ടീമിയ വരുന്ന ബോക്സസ് ആണ്. ഈ ബോക്സുകളിൽ നമ്മൾ ഫൈറ്ററിനെ ബോട്ടിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫൈറ്റർ മറിഞ്ഞു പോകുകയില്ല, എനിക്കിത് പ്രയോജനപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കത്തിക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. ഇത് നമ്മുടെ ഫൈറ്ററിൻ്റെ ഫീമെയിൽസ്. ഇത് നമ്മൾ കുറച്ച് പിടിച്ചെടുത്തതാണ്. ഇത് കണക്കൊരു 1000 പീസിന് മേളിൽ നമുക്ക് സെയിലിനുണ്ട്. ഇത് നമ്മുടെ പന്മന പഞ്ചായത്തിൻ്റെ യുവകർഷകനുള്ള അവാർഡ് 2019 നമുക്ക് നമ്മുടെ MLA നമ്മുടെ പൊന്നാട എണീച്ചു നമുക്ക് അന്ന് കർഷകശ്രീ അവാർഡ് കിട്ടിയതാണ്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്തിയാൽ തന്നെ നമുക്ക് രോഗങ്ങളിൽ നിന്നും ഒരുവിധമൊക്കെ കുറവുണ്ടാകും. പിന്നീട് രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് രോഗങ്ങൾ വരുന്നതിന് മുന്നേ നമ്മൾ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുക. ഇത് നമ്മൾ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് ഫീഡാണ് കൊടുക്കുന്നത്. ഇത് ആർട്ടീമിയ. ഇത് നമ്മൾ ഇന്ത്യൻ ആർട്ടീമിയ എടുത്തിട്ട് ഡീക്യാപ്പ് ചെയ്ത സാധനമാണ് ഇത് കണക്ക് ഹാച്ച് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. നമ്മുടെ റൂട്ടിൽ നമ്മൾ സെയിൽ നടത്തുമ്പോൾ നമുക്ക് 5-6 വെറൈറ്റി ഗപ്പീസ് ആയാലും ഫൈറ്റർ ആയാലും എല്ലാം നമ്മൾ 5-6 വെറൈറ്റീസ് വെച്ച് ഒരു ഷോപ്പിലേക്ക് നമുക്ക് ഒരു 1000-1500 രൂപ തൊട്ട് 3000 രൂപ വരെ വിപണനം നടക്കാറുണ്ട്. നമുക്കൊരു ആഴ്ചയിൽ പോയി വരുമ്പോൾ നമുക്ക് എങ്ങനെ ആയാലും ഒരു 20,000 രൂപയ്ക്ക് മുകളിൽ സെയിൽ നടക്കുന്നുണ്ട്. നമ്മളിത് ഇതുപോലുള്ള ഗ്ലാസ് ടാങ്കുകളിലാണ് ബ്രീഡ് ചെയ്യുന്നത്. നമുക്ക് ചിലവെന്ന് പറയുന്നത് ഒരു 14,000-15,000 രൂപ ഒരു മാസം നമുക്ക് ചിലവ് വരുന്നുണ്ട്. നമുക്കൊരു 60-65-70 രൂപ വരെ നമുക്ക് വിറ്റ് കിട്ടുന്നുണ്ട്. ചിലവ് കഴിഞ്ഞിട്ടൊരു 50,000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്രീഡിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് 2 ടാങ്കുകളിലാണ് ഏഞ്ചൽ ഫിഷുകൾ ബ്രീഡ് ചെയ്യുന്നത്. പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ഫീഡുകളാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് രോഗം അധികമായിട്ടില്ല, വെള്ളത്തിൻ്റെ കണ്ടീഷൻ അധികം പോകുന്നില്ല. കുട്ടിക്കാലം തൊട്ടേ നമുക്ക് ഇതിനകത്തുള്ളൊരു ഇഷ്ടമാണ് നമ്മളെ ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചത്. നമ്മൾ അതിലൂടൊപ്പം തന്നെ വരുമാനവും കണ്ടെത്തുന്നുണ്ട്. ഞാൻ ബ്രൂഡ് ഫിഷുകളെ കീപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ഇവിടെയാണ്. ബ്രീഡിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുട്ടികളെ 1 മാസം വരെ ഇവിടെ കീപ്പ് ചെയ്ത് രോഗങ്ങളൊന്നുമില്ല, ഹെൽത്ത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഞാൻ ഫിഷുകളെ ഔട്ട്സൈഡിലേക്ക് കൊണ്ടുപോകാറുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നു കൂടുതലായിട്ട് അലങ്കാര മത്സ്യം കയറി വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഗവൺമെൻറ് മുന്നിട്ടിറങ്ങിയത് കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ പ്രൊഡക്ഷൻ കൂടുതൽ എടുക്കാൻ പറ്റുന്നുണ്ട്.
നമ്മളുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ കൂടുതൽ എടുക്കണം. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ 2-3 ആൾക്കാർക്ക് ജോലി കൊടുക്കണം. ഗവൺമെൻറ്റിൻ്റെ സഹായവും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകും.